ഇപ്പോൾ നിങ്ങൾ ആമസോൺ ഫയർ ടി വി സ്റ്റിക്ക് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പല ആപ്പുകളും ആമസോൺ ഫയർ ടി വി സ്റ്റിക്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടാവും. എങ്ങനെ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഒരു ആപ്പ് സ്റ്റോറിൽ കുറച്ച് ആപ്പുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളതുള്ളൂ. ഇനി ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ളതല്ലാത്ത ആപ്പുകൾ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആപ്പ് സ്റ്റോറിൽ ഇല്ലാത്ത ആപ്പുകൾ എങ്ങനെ നമുക്ക് ആമസോൺ ഫയർ ടി വി സ്റ്റിക്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഇപ്പം അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഫസ്റ്റ് ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇപ്പം ടി വി ഓൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ബട്ടൺ കാണാൻ പറ്റും. അതിൽ നമുക്ക് എല്ലാ ആപ്പുകളും കാണാൻ പറ്റും. ഇതിൽ താഴെ മൈ ആപ്സിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ എല്ലാ ആപ്പുകളും ഇവിടെ ഉണ്ടാവും. ഇപ്പം ഇതിൽ നമുക്ക് ഒരു ബ്രൗസർ കാണാൻ പറ്റും. ഈ ഒരു ഇന്റർനെറ്റ് എന്നുള്ളതാണ് ബ്രൗസറായിട്ട് കിടക്കുന്നത്. അപ്പം അത് സെലക്ട് ചെയ്തിട്ട് ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിൽ നമ്മൾ സെർച്ച് ചെയ്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം അതിലും സുഖമുള്ളൊരു മെത്തേഡ് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഫോണിൽ തന്നെ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് ഏത് ആപ്പാണോ വേണ്ടത് ആ ഒരു ആപ്പിന്റെ പേര് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. എന്നിട്ട് അതിന്റെ എൻഡിൽ APK എന്നും കൂടി കൊടുക്കുക. അപ്പം നമുക്ക് അതിന്റെ ഫയലായിട്ട് തന്നെ കിട്ടും. ഇൻസ്റ്റാൾ ചെയ്ത ആപ്പല്ല, ഫയലായിട്ട് തന്നെ കിട്ടും. അപ്പം ആ ഒരു ഫയൽ നമുക്ക് പിന്നെ ഇതിലോട്ട് സെൻഡ് ചെയ്യണം. സെൻഡ് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, നിങ്ങളുടെ ഫോൺ എടുക്കുക. ഫോൺ എടുത്തതിന് ശേഷം നിങ്ങൾ ഇതിൽ സെൻഡ് റിസീവ് എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. ഇപ്പം ഇതാണ് ആ ഒരു ആപ്ലിക്കേഷൻ. ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ടി വിയിലും ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ആപ്പ് സ്റ്റോറിൽ പോവുക. ആപ്പ് സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. സെർച്ചിൽ പോയിട്ട് സെൻഡ് റിസീവ് എന്നുള്ളത് സെർച്ച് ചെയ്യുക. സെൻഡ് റിസീവ് എന്നുള്ളത് സെർച്ച് ചെയ്താൽ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ പറ്റും. അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഫോണിലും അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പം രണ്ടിലും അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇപ്പം ഈ ഒരു ടി വിയിൽ കണക്ട് ചെയ്തിട്ടുള്ള സെയിം വൈഫൈ നിങ്ങളുടെ ഫോണിലോട്ടും കണക്ട് ചെയ്യുക. അതിനുശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇപ്പം ആ ഒരു ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യണം. സെൻഡ് ചെയ്യാൻ സെൻഡിൽ ക്ലിക്ക് ചെയ്യുക ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്തിട്ട്. എന്നിട്ട് ആ ഒരു ആപ്പ് സെലക്ട് ചെയ്യുക. മിക്കവാറും നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആപ്പ് ഡൗൺലോഡ് ഫോൾഡറിലായിരിക്കും ഉണ്ടാവുക. എന്തായാലും അത് കഴിഞ്ഞിട്ട് ആ ഒരു ആപ്പ് സെലക്ട് ചെയ്യുക. എനിക്ക് ഈ ഒരു ആപ്പ് സെൻഡ് ചെയ്യണം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്പ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസിന്റെ പേര് ഇവിടെ കാണാൻ പറ്റും. ഇപ്പം സെയിം നെറ്റ്വർക്കായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെൻഡ് ചെയ്യാൻ സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. പെട്ടെന്ന് അത് റിസീവ് ആവുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഒരു ഫയൽ റിസീവ് ആയിട്ടുണ്ട്. ഇനി ഇത് ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് വേറെ ഒരു ആപ്ലിക്കേഷൻ കൂടി ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. ആപ്പ് സ്റ്റോറിൽ പോയിട്ട് ഫയൽ മാനേജർ എന്നുള്ളത് സെർച്ച് ചെയ്യുക. ഫയൽ മാനേജർ എന്ന് സെർച്ച് ചെയ്താൽ കുറേ ആപ്ലിക്കേഷൻസ് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ എക്സാമ്പിളിന് ഈ ഒരു ഫസ്റ്റ് കാണുന്ന ആപ്പിനെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇനി ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, സെറ്റിംഗ്സിൽ പോവുക. സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് മൈ ഫയർ ടി വി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ എബൌട്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഫയർ ടി വി സ്റ്റിക്ക് HD അല്ലെങ്കിൽ ഫയർ ടി വി സ്റ്റിക്ക് എന്നുള്ളത് കാണാൻ പറ്റും. അത് കാണുമ്പോൾ നിങ്ങളുടെ റിമോട്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു സെൻറ്റർ ബട്ടൺ ഞെക്കിക്കൊണ്ടിരിക്കുക. ഒരു 7 പ്രാവശ്യം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞെക്കിക്കൊണ്ടിരിക്കുക. ഞെക്കി കഴിഞ്ഞാൽ ഇവിടെ താഴെ യു ആർ ഡെവലപ്പർ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അത് കഴിഞ്ഞാൽ ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചാൽ ഇവിടെ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും, ഡെവലപ്പർ ഓപ്ഷൻ. അത് സെലക്ട് ചെയ്യുക. ഡെവലപ്പർ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ അൺനോൺ ആപ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്താൽ നമ്മൾ പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആ ഒരു ഫയൽ മാനേജർ കാണാൻ പറ്റും. അത് ഓഫ് ആണെന്നുണ്ടെങ്കിൽ ഓൺ ആക്കി കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആ ഒരു ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക. അപ്പം ഞാൻ ഈ ഒരു ഫയൽ മാനേജറാണ് ഇൻസ്റ്റാൾ ചെയ്തത്. അത് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡൗൺലോഡ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു ആപ്പ് ഇവിടെ കാണാൻ പറ്റും. ഇപ്പം അതിൽ ജസ്റ്റ് ഓക്കെയിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെയിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. അപ്പം ഇതിലിവിടെ ഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. ഇപ്പം ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ആപ്പ് സ്റ്റോറിൽ ഇല്ലാത്ത ഒരു ആപ്പ് മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ ആമസോൺ ഫയർ ടി വി സ്റ്റിക്കിൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.